വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ വാദിഭാഗം വക്കീലാണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ വിഷ്ണുവിനെ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കുന്നുണ്ട്. അവസാനം ഇങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളിന് ജാമ്യം കൊടുക്കണ്ട എന്നുള്ള രീതിക്കാണ് വാദിക്കുന്നത്. അന്നേരം അവസാനം എല്ലാം കേട്ടുകൊണ്ടിരുന്ന ശേഷം അർജുൻ എഴുന്നേറ്റ് പറയുന്നുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഞാനും യോജിക്കുന്നു, വിഷ്ണുവിന് ജാമ്യം കൊടുക്കണ്ട എന്നിങ്ങനെ അർജുൻ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ഞെട്ടി അർജുനെ തന്നെ നോക്കുന്നുണ്ട്. ഇത് കേട്ട് സഹിക്കാനാവാതെ കമലം ചാടി എഴുന്നേൽക്കുകയാണ്. ജാമ്യം കൊടുക്കണ്ടെന്നോ എന്ന് പറഞ്ഞിട്ട് കോടതിയാണ് എന്ന് പോലും ആലോചിക്കാതെ കമലിന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കമലിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരമാണ് കോടതിയാണെന്നുള്ളൊരു പെട്ടെന്നൊരു ബോധം കമലിന് വന്നത്. അന്നേരം വിഷ്ണുവിന് ജാമ്യം കിട്ടില്ല എന്ന് ഒരു നിമിഷം ഓർത്തുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ അർജുൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. അതായത് ശാലിനി ഇങ്ങനെ ഇവരെ കൊണ്ടുവരുമെന്നുള്ളത് അർജുന് നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് വിഷ്ണുവിനെ ജാമ്യത്തിനല്ല ഈ കേസിൽ നിന്ന് ഒഴിവാക്കി വെറുതെ വിടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അർജുനോടെ പറയുന്നതൊക്കെ. അതനുസരിച്ച് ശാലിനിയാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ ഈ ചാച്ചപ്പനെയും ആ ഒരു വേലായുധനെ കുത്തിയ ആ ഗുണ്ടകളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം കോടതിയിൽ അവരെ ഹാജരാക്കുകയാണ്, പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. തുടർന്ന് അർജുൻ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് വേലായുധനെ കുത്തിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ചാച്ചപ്പനും മറ്റ് രണ്ട് ഗുണ്ടകളുമാണ് നിൽക്കുന്നത്. അവരിങ്ങനെ ശാലിനിയെ തന്നെ നോക്കുകയാണ്. ശാലിനി അകത്ത് കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവർ കുറ്റം ഏറ്റ് പറയുമായിരിക്കും ആരാണ് കുത്തിയത് എന്നുള്ളത്. എന്ന് വെച്ചാൽ കളക്ടർ ഇങ്ങനെ പോലീസ് പിടിച്ച് കൊണ്ടുവന്നതല്ലേ. അപ്പോൾ വിഷ്ണുവിനെ അവിടെ നിന്ന് നിഷ്പ്രയാസം ഊരി പോകാനായിട്ട് സാധിക്കും. അതായത് വിഷ്ണുവിൻ്റെ പേരിൽ ഒന്നുമില്ലല്ലോ, കുത്തിയത് തന്നെ ഏറ്റ് പറയുമ്പോൾ വിഷ്ണുവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നവിടെ തെളിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ബാക്കി ആരോഗ്യസ്ഥിതി കൂടി കണ്ടെത്തിയാൽ ആ ഒരു ഭാഗം അവിടെ ക്ലിയർ ആവും എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.